ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാട്ടോ. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ മഴയായിരുന്നു, പിന്നെ വീഡിയോ എടുക്കാനും വോയിസ് കൊടുക്കാനുള്ള എല്ലാം കൂടിയുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം വീഡിയോ മാത്രം എടുത്ത് അപ്പോൾ വോയിസ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ ഇന്നലെ ചെറുതായിട്ട് പുറത്തേക്കൊക്കെ പോകാണ്ടായിരുന്നു. ഇന്നലെ ഒരു മരിച്ച വീട്ടിലേക്ക് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കോഴി വളർത്തൽ എന്താ പറയുക ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ല കൂടില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ കൂടിന് മാത്രം തയ്ക്കും. അപ്പോൾ ഇവിടെ കൂടിൻ്റെ ഒരു ഭാഗമൊന്നും നനയില്ല. ബാക്കി നമുക്ക് മഴയൊക്കെ ആണെങ്കിലും ഇവിടെ തീറ്റ ഇട്ട് കൊടുത്താൽ നനയൊന്നുമില്ല, അവർക്ക് നനയാതെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ കൂടിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നനയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഷ്ടം കുറച്ച് സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കുറച്ച് സ്മെല്ലുണ്ട്. അപ്പോൾ ഞാൻ മഴക്കാലമായി കഴിഞ്ഞാലുള്ള എൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ ഈ ഒരു ഇത് എന്ന് പറഞ്ഞാൽ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ കാഷ്ടത്തിൻ്റെ ഒരു ഇതൊക്കെ അനുസരിച്ചായിരിക്കും ഞാൻ ഈ കൂട് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാം. ഇനിയിപ്പോൾ മഴയില്ല അല്ലെങ്കിൽ കുറഞ്ഞ വെയിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിലറച്ചാൽ ഇപ്പോൾ എന്തായാലും കുറച്ച് നനവും കാര്യങ്ങളൊക്കെ അങ്ങ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഉള്ള പരിപാടി കേട്ടോ അത്. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു കൂടും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ടാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മഴക്കാലമായി കഴിഞ്ഞാലുള്ള പരിപാടിയാണ്. അപ്പോൾ കാഷ്ടം എന്തായാലും ഭയങ്കര സ്മെല്ലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നല്ല ഗ്രില്ലൊക്കെ ഇട്ട് അല്ലെങ്കിൽ നെറ്റൊക്കെ ഇട്ട് നല്ല നനയാതെയൊക്കെ ആയിട്ടുള്ള കൂടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കാഷ്ടമൊന്നും എന്താ പറയുക നനയുകയില്ല, നല്ല അത്ര സ്മെല്ലുണ്ടാവില്ല. നമുക്ക് മരപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ മരപ്പൊടിയൊന്നും ഇടാനുള്ള ഒരു പറ്റൂല. എന്താ വെച്ചാൽ ഉള്ളത് കോഴികൾ ചിക്കി ചരുക്കി അവിടെ ഇവിടെയൊക്കെ ആക്കും. അപ്പോൾ ഞാൻ ഇതേപോലെയാട്ടോ ചെയ്യൽ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇപ്പം നനഞ്ഞിട്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഇത് തോന്നുന്നത്. ഉണങ്ങി കഴിയുമ്പോൾ നല്ല വൃത്തിയായിരിക്കും കേട്ടോ കൂടിന്. ആ നനയുമ്പോഴുള്ള ഒരു വൃത്തികേടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ലതാട്ടോ. പിന്നെ നമ്മൾ ഇത് തീറ്റ ഇട്ട് കൊടുക്കുന്ന ഒരു 5 വുഡിൻ്റെ ഒരു എന്താ പറയുക കുറച്ച് ഹൈറ്റൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ അതിലായിട്ട് നമ്മൾ തവിടോ അല്ലെങ്കിൽ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുക. അതാകുമ്പോൾ ഒരുപാട് ചിക്കി അവർ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കില്ല. അപ്പോൾ പുറത്തേക്ക് കണ്ടില്ലേ മഴ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാട്ടം നനയാതെ നിൽക്കുന്നത് ഞാൻ പറയുന്നില്ലേ, ഈ ഒരു ഭാഗമാട്ടം നനയാതെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവർക്ക് നനയാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് തന്നെ കേട്ടോ. എന്ന് വെച്ചാൽ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പുറത്തേക്കൊന്നും തിന്നാനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ഇട്ട് കൊടുത്താൽ പിന്നെ അവിടെ നിന്ന് അവർ കുറച്ച് അങ്ങനെ കഴിച്ചോളട്ടോ. ഈ കൂട് നിൽക്കുന്ന ഏരിയ ഒന്നും നനയാത്തൊരു ഏരിയ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ എന്താ പറയുക നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ നനയന്നല്ല. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ചായി കോഴിക്കുഞ്ഞുങ്ങളൊന്നും അട വെക്കുന്നില്ല. അപ്പോൾ മഴയൊക്കെ കുറച്ചൊന്നും അങ്ങോട്ട് വിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അവരെ ഇടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കൂടിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കി എടുത്തതിനുള്ള ഭാഗമായിട്ടൊക്കെ കാണുന്നത്. പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ആകുമ്പോൾ എന്താ പറയുക കുറച്ച് വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവരെ കൂട്ടിൽ പുറത്തിറക്കി കഴിഞ്ഞാൽ ആകെ നനയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ കൂട്ടിൽ പുറത്തിറക്കുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇപ്പോൾ കണ്ടില്ലേ കൂടിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല കൂട് ഹൈറ്റിൽ വെച്ചാലുള്ള ഗുണവും ഇത് തന്നെയാണ് കേട്ടോ. കാഷ്ടമൊക്കെ ഇറക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് അടിച്ച് വാരുമോ അല്ലെങ്കിൽ വെണ്ണീരിട്ടിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് വെണ്ണീരോ മരപ്പൊടി അങ്ങനെയൊന്നും ഇടാനും പറ്റില്ലല്ലോ. അപ്പോൾ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല മണ്ണ് നല്ലതുപോലെ ഉണ്ടാവും അവർക്ക് ചിക്കി ഇങ്ങനെ കഴിക്കാനുള്ള. അപ്പോൾ ഇതാക്കുന്ന അവർക്കുള്ള തീറ്റയൊക്കെ നമ്മൾ ഇതാക്കുന്ന കൂട്ടിലേക്ക് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തീരെ സമയമില്ലാത്തൊരു ഇതാവുണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ ഒരു തിരക്ക് തന്നെയാണല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ പോകാനും ഉണ്ട്. അപ്പോൾ വീഡിയോ എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കൂടി ഒരു ഇതിലായിപ്പോയി, തിരക്ക് പിടിച്ചായിപ്പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ മഴക്കാലത്ത് നിങ്ങളെ കോഴിക്കോട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെയുള്ള കൂടുകളൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ, നെറ്റിൻ്റെ കൂടാട്ടോ. കോഴികൾക്ക് കാഷ്ടമൊന്നും കൂട്ടിൽ തങ്ങി നിൽക്കില്ല. നെറ്റ് ആയതുകൊണ്ട് എന്താ പറയുക നേരെ പുറത്തേക്ക് പോകും. അങ്ങനെയാട്ടോ ഇവിടെ ഫുള്ള് എല്ലാ കൂടും അങ്ങനെ തന്നെയാണ്, നെറ്റിൻ്റെ കൂടായതുകൊണ്ടാട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മഴക്കാലത്ത് കോഴികളെ ഈ ഒരു കാഷ്ടത്തിന് എന്താണ് അല്ലെങ്കിൽ നല്ല നെറ്റിൻ്റെ കൂടൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ മരപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ
നമുക്കങ്ങനെ ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ അടിച്ചു വാരുക എന്നല്ലാതെ അടിച്ചു വാരിയാലും അത്ര ക്ലീൻ ആവില്ല. വെള്ളം കൊണ്ട് തന്നെ നമുക്ക് വെള്ളം മോട്ടർ വെച്ചിട്ടാണ് ഞാനിവിടെ നമ്മുടെ കോഴി കാഷ്ടമൊക്കെ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ കൂടിൻ്റെ അടി തന്നെ അതുപോലെ തന്നെ കാഷ്ടമൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതൊക്കെ വെള്ളം അടിച്ചിട്ടാണ് ഞാൻ ഒഴിവാക്കുന്നത്. ഇപ്പോൾ മരത്തിൻ്റെ കൂടൊക്കെ ആകുമ്പോൾ നിലമൊക്കെ മരമൊക്കെ ആണെങ്കിൽ നമ്മളെ കാഷ്ടം ഉണ്ടാവും, അതിൽ വെള്ളമാകുമ്പോൾ ഭയങ്കര സ്മെല്ലാവും, ഉണങ്ങയില്ല. അപ്പോൾ ഈ നെറ്റിൻ്റെ കൂടാണ് എനിക്ക് തോന്നുന്നു ഒന്നും കൂടി മഴക്കാലത്ത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളിടാൻ വേണ്ടി മാത്രം അല്ലാത്ത എന്താ പറയുക മരത്തിൻ്റെ കൂടും ഈ വലിയ കോഴികളിടാൻ ഇതേപോലെ നെറ്റിൻ്റെ നല്ല ഉറപ്പുള്ള നെറ്റിൻ്റെ കൂടുമായിരിക്കും നല്ലത്. മഴക്കാലത്തേക്ക് എനിക്ക് തോന്നുന്നു ഒന്നും കൂടി അതാണ് തോന്നുന്നത് നല്ലത്. ഇപ്പം നമ്മൾ ഇങ്ങനെയാട്ടെ ചെയ്യുന്നത്. ഇവിടെ ഈ കാഷ്ടം സ്മെല്ലായാൽ പിന്നെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കോഴിനെ വളർത്തുന്ന നമുക്ക് ഒരുപാട് നമ്മുടെ ഈ ഒരു ഫാമിലി മെമ്പേഴ്സിൽ ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളെങ്ങനെയാണ് മഴക്കാലത്ത് കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കൊരു ഉപകാരമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾ ആദ്യം തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാട്ടോ നമ്മൾ വലിയ കോഴികളൊക്കെ തുറന്നു വിടുന്നത്. ഇവരും കൂടി വന്നു കഴിഞ്ഞാൽ ചെറിയ കോഴികൾക്ക് കഴിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെന്നെ വില്ലന്മാരായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ചെറിയ കോഴികളായി തുറന്നു വിട്ടിട്ടാട്ടോ വലിയ കോഴികളെ തുറന്നു വിടുന്നത്. പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും അങ്ങനെ കഴിക്കാൻ പോകാത്തതുകൊണ്ട് നമ്മളെ വീടിൻ്റെ ഒരു മുറ്റത്ത് തന്നെയായിരിക്കും കേട്ടോ അവർ നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗത്ത് കുറച്ച് ചോറുള്ളത് ഞാൻ ഈ ഭാഗത്തേക്ക് ഇട്ടില്ല, കുറച്ച് മാറ്റിയാട്ടിട്ടത്. അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ ചോറ് ഇങ്ങനെ ഒരു ചീച്ചിലാണല്ലോ അവർ ചവിട്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തും തീറ്റ ഞാൻ ഇതിലും ഇട്ടിട്ട് കൊടുത്തത്. അപ്പോൾ ചോറാകുമ്പോൾ എന്താ പറയുക ഇങ്ങനെ ചീഞ്ഞിങ്ങനെ കളിക്കല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്തില്ലല്ലോ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറന്നു തന്നെ. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നിപ്പോൾ ഫുള്ള് മഴ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നില്ല. തീറ്റയും ഇതൊക്കെ വെള്ളമൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് നമ്മൾ വല മൊത്തം കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ പോട്ടെ. പിന്നെ 1-2 കോഴികളൊക്കെ പുറത്തേക്കൊക്കെ ചാടിപ്പോകും, അതൊന്നും വലിയ പ്രശ്നമല്ല. എല്ലാ കോഴികളും കൂടി പുറത്തേക്ക് വരുമ്പോൾ മഴയാണ്, അവിടെയും ഇവിടെയൊക്കെ തങ്ങി നിൽക്കും. പിന്നെ അതല്ലേ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് അസുഖം കൂടും. അതുകൊണ്ട് ഞാൻ ഈ ഒരു വലൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് നമ്മളെ കോഴികളെ ഇന്ന് ഇടാൻ പോകുന്നത്. വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും കുറേയൊക്കെ എന്താ പറയുക മറന്നുപോയി. നമ്മൾ സെപ്പറേറ്റ് ആണല്ലോ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് നമ്മളെ ചാനൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.